വളരെ കാലം മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ രണ്ടടുത്ത സുഹൃത്തുക്കളിങ്ങനെ അപ്രത്യക്ഷമാകുമായിരുന്നു ഒരു സ്ഥലത്ത് വെച്ച്. ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാൻ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിലെ ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ നമ്മുടെ ഡോഗ്സിനൊക്കെ ഉള്ളൊരു സലൂൺ പോലത്തെ ഒരു സ്ഥലം കാണാറുണ്ട്. അവിടെ ഒത്തിരി മോഡേൺ ഡോഗ്സ് വരുന്നു, ലോങ് ഹെയറൊക്കെ ഷോർട്ടാക്കി, ഷോർട്ട് ഹെയറൊക്കെ ലോങ് ആക്കി, പലതരത്തിൽ അവരുടെ ഒരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ഈ ഡോഗ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ കഥ ഓർമ്മ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അവിടെ, കോട്ടയത്ത് പള്ളിപ്രധാനവിടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി കുറച്ച് ഞങ്ങൾ ഒരുമിച്ച് നടക്കാറുണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ഒരു സർട്ടൻ പോയിൻ്റ് എത്തുമ്പോൾ ഇവരെങ്ങനെയോ എന്നെ കവർ ചെയ്തിട്ട് ഇവർ അപ്രത്യക്ഷമാവും. അപ്പോൾ ഇതിൻ്റെ മിസ്റ്ററി എനിക്ക് പിടികിട്ടിയില്ല. ഒരു ദിവസം ഞാൻ വിചാരിച്ചെന്നാൽ ഇവരില്ലാത്തൊരു സമയത്ത് ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ടേണിങ്ങാണ്. ടേണിംഗ് എന്ന് പറയുമ്പോൾ ഈ ടേണിങ്ങിൽ ഒരു വലിയ ഇല്ലത്തിൻ്റെ പറമ്പ് തുടങ്ങുകയാണ്. പക്ഷേ ഈ പറമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഞ്ചക്കാടാണ്. ഇഞ്ചയെപ്പറ്റി എത്ര പേർക്ക് അറിയാവുന്നില്ല. ഭയങ്കര മുള്ളുള്ള വള്ളികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഏതാണ്ട് ഈ ഏരിയ വെച്ചാണ് ഇവർ രണ്ടുപേരും മിസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സസൂക്ഷ്മമായിട്ട് ഞാൻ ആ ഏരിയ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ട് പോലെ അതൊന്ന് അവിടെ ഒന്ന് പരിശോധിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഇഞ്ചക്കാടിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു ചെറിയ എൻട്രി പോലെ കണ്ടു, അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ധൈര്യം സംഭരിച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനകത്ത് പോയി നോക്കാം, ഇതിനകത്തായിരിക്കും ഇവരുടെ മിസ്റ്ററി വല്ല നിധി വല്ലതും ആണോന്ന് അറിയത്തില്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇഞ്ചക്കാടിനകത്തേക്ക് നടന്നുപോയി. കുറച്ച് ചെറിയ വഴിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു ഏരിയ നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നു. അവിടെയാണ് ഒരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഭംഗിയുള്ള പട്ടിക്കുട്ടി അതിനകത്ത് കിടക്കുന്നു. മാത്രമല്ല, പട്ടിക്കുട്ടിയുടെ സൈഡിൽ ഒരു ചിരട്ടയ്ക്കകത്ത് പാലുണ്ട്, പിന്നെ കുറച്ച് റസ്ക് ഉണ്ട്, പിന്നെ ഒരു പകുതി കടിച്ച ബോണ്ടയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പട്ടിക്കുട്ടിയുടെ പിന്നിൽ എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളത്. തിരിച്ചു വന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചു, ഇനി പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ പിന്നെ പോകുമ്പം അവരുടെ കൂടെ ഞാൻ ഈ പട്ടിക്കുട്ടിയുടെ അടുത്ത് പോകാറുണ്ട്. പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വല്ലതും കട്ടെടുത്ത ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ കഷ്ണമൊക്കെ ആയിട്ടാണ് ഞാനും പോകാറുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഞങ്ങൾ 3 പേരുണ്ട്. അവിടെ ചെന്ന് കുറേ കാലം ഇതിനെ വളർത്തുകയും ഒക്കെ ചെയ്തിരുന്നു, ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പട്ടിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു, അല്ലെ എന്തായി, അതവിടെ വിട്ടുപോയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഞാനിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡോഗ്സിനൊക്കെ എന്താ അവസരങ്ങൾ, അല്ലെ എങ്ങനെയാണ് അവർ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഞങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികളുണ്ടാവും ഒരു കാട്ടിനകത്ത് ഒരു പട്ടിക്കുട്ടിയെ വളർത്തുന്ന, ഇപ്പോഴും ഇല്ലേ, ഉണ്ടാവുമായിരിക്കും. അതാണ് എൻ്റെ ഒരു മിസ്റ്ററി സ്റ്റോറി. താങ്ക് യു ഫോർ ലിസണിങ്. If you like this story, please subscribe.